ജൂൺ 20, 1975. യൂണിവേഴ്സൽ പിക്ചേഴ്സിന്റെ എക്സിക്യൂട്ടീവുകൾ പരിഭ്രാന്തിയിലാണ്. അവർക്ക് ഒരു വലിയ തെറ്റു പറ്റിയോ എന്നൊരു തോന്നൽ. സിനിമാ ഇൻഡസ്ട്രി ആകെ ചർച്ചയായ അവരുടെ സിനിമയുടെ റിലീസ് എന്നാണ്. 4 മില്യൺ ബഡ്ജറ്റിൽ 65 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർക്കേണ്ടിയിരുന്ന പടം. പക്ഷേ വെറും ഒരു സിനിമ മാത്രം സംവിധാനം ചെയ്ത് പരിചയമുള്ള സംവിധായകൻ 157 ദിവസമെടുത്ത് 9 മില്യൺ ചെലവാക്കിയാണ് അത് പൂർത്തിയാക്കിയത്. ഗോഡ്സില്ല പോലൊരു പടമെന്ന് സ്റ്റുഡിയോ പറഞ്ഞപ്പോൾ അയാൾ എടുത്തു വെച്ചതോ ഒരു ഹിച്ച്കോക്കിയൻ പടവും. ആ സിനിമയാണ് റിലീസായിരിക്കുന്നത്. ബജറ്റ് തിരിച്ചുപിടിക്കാൻ ടെലിവിഷൻ ട്രെയിലർ അടക്കമുള്ള ഗിമ്മിക്കുകൾ പലതും നിർമ്മാതാക്കൾ പരീക്ഷിച്ചിരുന്നു. വൈഡ് റിലീസ് കേട്ടുകേൾവിയില്ലാത്ത കാലത്ത് US-ലെ 400 തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. കൂടെ പേടിപ്പെടുത്തുന്നൊരു ടാഗ്ലൈനും, യു വിൽ നെവർ ഗോ ടു വാട്ടർ അഗെയിൻ. ഇതാ ഒരു സംവിധായകന്റെ കരിയർ അവസാനിക്കാൻ പോകുന്നു എന്ന് സിനിമാ പണ്ഡിതർ കവിടി നിർത്തി. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പ്രേക്ഷകർ ശ്വാസം അടക്കിപ്പിടിച്ച് ആ ഹൊറർ പടം കണ്ടു. പലരും ഭയന്നു. US-ലെ ബീച്ചുകളിൽ വെയിൽ കായാനെത്തുന്നവരുടെ എണ്ണം കുറഞ്ഞു. തിയേറ്ററിൽ ആൾ നിറഞ്ഞു. അതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പണം വാരി പടമായി ആ സിനിമ മാറി. ഫീൽഡ് ഔട്ടായി എന്ന് എല്ലാവരും വിചാരിച്ചിടത്തു നിന്ന് തിയേറ്ററുകളിൽ ആ സംവിധായകന്റെ പേര് കയ്യടികൾ വാരിക്കൂട്ടി. ആ സിനിമയുടെ പേര് ജോസ്. സംവിധാനം സ്റ്റീവൻ സ്പിൽബർഗ്.